അറിയണ്ടേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗുലാബ് ജാമുൻ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിക്കൂടാ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഗുലാബ് ജാമുൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. കേക്കിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1 കപ്പ് ഷുഗർ, 1 കപ്പ് ഓയിൽ. അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ 250 ml കപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് 4 മുട്ട, 1 ടീസ്പൂൺ റോസ് എസൻസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 പിഞ്ച് സോൾട്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലോർ ഇടാം. നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. പിന്നെ ഒരു നുള്ളു ഉപ്പും. ഇനി നമുക്കിന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മളിവിടെ 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. നമ്മൾ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഇനി നമ്മൾ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് എസൻസ് ചേർക്കാം. ഈ റോസ് എസൻസ് നമ്മളിവിടെ ചേർക്കുന്നത് ആ ഗുലാബ് ജാമുന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാനാണ്, ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ. നമുക്കിത് ഒഴിക്കാം. നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ഗ്രാജുവലി ചേർത്ത് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. സൈഡിലുള്ള ഷുഗർ ഒക്കെ നമുക്കൊന്ന് മിഡിലേക്ക് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് ഷുഗർ ഒക്കെ നമ്മൾ നടുക്കിലേക്ക് ആക്കിയില്ല, അതൊക്കെ ഒന്ന് ഡിസോൾവ് ആവാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡ് മിക്സർ ഉള്ള കാരണമാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ചായി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് പതുക്കെ ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ ബബിൾസ് ഒക്കെ താഴ്ന്നു പോകും. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ സെറ്റാക്കി വെച്ച് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് 2 തട്ടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മത്തങ്ങ കേക്ക് ഉണ്ടാക്കിയ പോലെ ഫ്രൈ പാനിൽ വെച്ച് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കണം. ഇപ്പം ഒന്നും ആയിട്ടില്ല. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് 180 ഡിഗ്രിയില് 30 മിനിറ്റ്സ് ആണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. അപ്പൊ ഞങ്ങൾ ഇത് 2 ലെയർ ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് ഐസിങ് ഷുഗർ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ കേക്ക്, കാരണം ഗുലാബ് ജാമുനില് നല്ല മധുരമുണ്ട്. പോരാത്തതിന് ഞങ്ങൾ ഇവിടെ ഷുഗർ സിറപ്പിന് പകരം ഈ ഗുലാബ് ജാമുന്റെ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഐസിങ് ഷുഗർ ചേർക്കുന്നുള്ളൂ. നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഐസിങ് ഷുഗർ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ബോർഡിൽ കുറച്ച് ക്രീം തേക്കാം. നന്നായി നമ്മൾ ക്രീം ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുന്റെ ഈ സിറപ്പ് ഇതിന് മുകളിൽ ഷുഗർ സിറപ്പിന് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞങ്ങൾ നന്നായി ഗുലാബ് ജാമുന്റെ ആ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിൽ ഒരു ലെയർ ക്രീം കൂടി തേച്ച് കൊടുക്കാം.
നമ്മള് ഒരു ലെയർ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിൽ ഗുലാബ് ജാമുന് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഗുലാബ് ജാമുൻ ഒന്ന് പകുതിയാക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വെച്ചു. ഇപ്പൊ നമ്മളിവിടെ ഒരു ലെയർ ഗുലാബ് ജാമുൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലെയർ ക്രീം കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ മറ്റു ലെയർ കേക്കും കൂടി വെച്ചെടുക്കാം. നമുക്ക് ഇനി ഇതിന്റെ മുകളില് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായി ഇതിന്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഒരു ലെയറും കൂടി തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്രംബിൾ കോട്ടിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പൊ നമ്മുടെ കേക്ക് സെറ്റ് ആയിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. സ്പാച്ചില ഇടയ്ക്കിടെ ഇളം ചൂടുവെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് നമ്മളിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെക്കറേഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് റഷ്യൻ ടിപ്പും പിന്നെ സ്റ്റാർ ടിപ്പുമാണ്. ഇതാണ് ഞങ്ങളിവിടെ ഡെക്കറേഷൻ യൂസ് ചെയ്യുന്ന ടിപ്സ്. നമുക്കിനി ഇതിലേക്ക് ക്രീം നിറയ്ക്കാം. നമ്മളിവിടെ റഷ്യൻ ടിപ്പ് കൊണ്ട് ഫ്ലവേഴ്സ് ചുറ്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ഗുലാബ് ജാമുൻ വെച്ചെടുക്കാം. ഇനി നമുക്ക് സൈഡില് ഈ സ്റ്റാർ ടിപ്പ് കൊണ്ട് നമുക്കിവിടെ ബോർഡർ കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജ്യൂസി ഗുലാബ് ജാമുൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്തോ ഒരു ഉദ്ദേശമുണ്ടല്ലോ. അതെ, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ. അപ്പൊ അതിന് ഞങ്ങള് ഈ കേക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ മുറിക്കാൻ പോകണം. ഇപ്പൊ നോക്കി നമ്മുടെ ഗുലാബ് ജാമുൻ കേക്ക് നല്ല സോഫ്റ്റും സ്പോഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ നല്ല ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ചാനൽ.